പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 12 ആണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഹൗ ഡസ് ദ എയർ നിയർ ഇറ്റ് വൈബ്രേറ്റ് വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്. അതായത് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള എയർ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. വേവ് മോഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എ ചൈൽഡ് കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ഇൻ ദ സ്കൂൾ സയൻസ് ലാബ്. എ സീൻ ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഹിയർ. ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്ലേസ് ലൈറ്റ് പേപ്പർ ബോൾസ് ഇൻസൈഡ് എ ലോങ് ട്രാൻസ്പെറൻറ്റ് ട്യൂബ് ക്ലോസ് അറ്റ് വൺ എൻഡ്. അതായത് ഒരു ലോങ് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾഭാഗം കാണാൻ പറ്റിയ ഗ്ലാസ് പോലുള്ള ട്യൂബ് എടുക്കുക. അതിലെന്ത് ചെയ്യുക, ചെറിയ പേപ്പർ ബോൾസ് അവിടെ അതിൻ്റെ ഉള്ളിലായിട്ട് വെക്കാനാണ് പറയുന്നത്. പാസ് എ ലൗഡ് സൗണ്ട് വിത്ത് യൂണിഫോം ഫ്രീക്വൻസി ത്രൂ ദ ഫ്രീ എൻഡ് ഓഫ് ദ ട്യൂബ്. അതായത് ഇതിൻ്റെ ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, മറ്റേ എൻഡിലൂടെ എന്ത് ചെയ്യുക, ഒരു നല്ല സൗണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടാനാണ് പറയുന്നത്. യൂണിഫോം ഫ്രീക്വൻസിയിലുള്ളൊരു സൗണ്ട് ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് പാസ് ചെയ്യാൻ. ദ പേപ്പർ ബോൾസ് ആർ സീൻ വൈബ്രേറ്റിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞതാണല്ലോ. ആ മീൻ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുക, ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പുറകോട്ടും ഈ പേപ്പർ ബോൾസ്, അതായത് ഒരു സൗണ്ട് ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് നമ്മൾ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള പേപ്പർ ബോൾസ് എന്ത് ചെയ്യും, മുന്നോട്ടും പുറകോട്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വിത്തൗട്ട് മൂവിങ് ദ പേപ്പർ ബോൾ ടു ദി അതർ എൻഡ് ദേ ആർ ഫൗണ്ട് ടു ബി ക്ലോസ് ഇൻ സം റീജിയൻ ആൻഡ് അപ്പാർട്ട് ഇൻ സം റീജിയൻ ഓൾട്ടർനേറ്റ്ലി. ഹൗ ഈസ് ഇറ്റ് ഫോംഡ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരിക്കലും ഈ പേപ്പർ ബോൾ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ പേപ്പർ ബോൾ കൂടുതലായിട്ടും ചില സ്ഥലങ്ങളിൽ ഗ്യാപ്പായിട്ടുമാണ് കാണപ്പെടുന്നത്, കുറഞ്ഞ അളവിൽ മാത്രം. അപ്പോൾ ക്ലോസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്, ചിലതിൽ എന്ത് ചെയ്യുക, അപ്പാർട്ടായിട്ട് ദൂരെയായിട്ടാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. സ്ട്രെച്ച് ബോത്ത് എൻഡ്സ് ഓഫ് എ സ്ലിംഗി പ്ലേസ്ഡ് ഓൺ എ ടേബിൾ ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് എന്ത് ചെയ്യുക, ഫിഗർ 1.8a കാണിക്കുന്നത് പോലെ ഒരു സ്ലിംഗ് അല്ലെങ്കിൽ സ്പ്രിങ് എന്ത് ചെയ്യുക, ഇതേപോലെ ചിത്രത്തിലുള്ള പോലെ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, വലിച്ചു പിടിക്കുക. കംപ്രസ് ആൻഡ് റിലീസ് എ ഫ്യൂ കോയിൽസ് അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി. നോട്ടീസ് ദ ഡിസ്റ്റർബൻസ് ഫ്രം ഇൻ ദ സ്ലിംഗി. അതായത് സ്ലിംഗിയുടെ ഒരറ്റം അവിടെ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെക്കുക. മറ്റേ അറ്റം ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ കംപ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം അത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഡിസ്റ്റർബൻസ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൂവ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി ബാക്ക് ആൻഡ് ഫോർത്ത് ആ ഷോൺ ഇൻ ഫിഗർ. അതായത് 1.8bയിൽ ആ ഫിഗർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു എൻഡ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റേ എൻഡ് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ടും പുറകോട്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അവിടെയുള്ള വ്യത്യാസങ്ങൾ, ഡിസ്റ്റർബൻസ് നമുക്ക് ആ ഒരു ഫിഗറിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഡോണ്ട് യു സീ ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ ദ സ്ലിംഗി മൂവിങ് ഫ്രം വൺ എൻഡ് ടു ദ അതർ. അതായത് അവിടെ ആരോ മാർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എൻഡിൽ നിന്ന് ഈ ഡിസ്റ്റർബൻസ് മുന്നോട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നതായിട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നത്, അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ആർ ദ കോയിൽസ് ഇൻ ദ സ്ലിംഗി മൂവിങ് ടുവേഴ്സ് ദി അതർ എൻഡ് എലോങ് വിത്ത് ദ ഡിസ്റ്റർബൻസ്. ഈ കോയിൽ ഈ സ്ലിംഗിയുടെ ഡിസ്റ്റർബൻസിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നുണ്ടോയെന്ന്, ഒരിക്കലും കോയിൽ മൂവ് ചെയ്യുന്നില്ല. ആ ഒരു ഡിസ്റ്റർബൻസ് മാത്രം, ഒരു എനർജി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്നത്. It is seen that the disturbance formed in one part of the slingy spread to the other part without any displacement of the coil. അതായത് കോയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ചേഞ്ച്, കോയിലിന് ഒരു മാറ്റവും വരാത്ത രീതിയിൽ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് എന്ത് മാത്രമാണ് മൂവ് ചെയ്യുന്നത്, ഡിസ്റ്റർബൻസ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എനർജിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഹിയർ ദ എനർജി റിസീവ്ഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ മീഡിയം സ്പ്രെഡ് ടു ദി അതർ പാർട്ട് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ദ അഡ്ജസൻറ്റ് പാർട്ട് ആൻഡ് സോ ഓൺ. അതായത് ഒരു ഭാഗത്ത് കിട്ടുന്ന മീഡിയത്തിൻ്റെ ഒരു പാർട്ടിൽ കിട്ടുന്ന എനർജി എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്ത പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് എൻഡിൽ കിട്ടുന്ന എനർജി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ റൈറ്റ് എൻഡ് വരെ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു ദി അതർ പാർട്സ്. ഒരു മീഡിയത്തിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് അല്ലെങ്കിൽ ഒരു മോഡ്സ് ഓഫ് ട്രാൻസ്ഫറിനാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയാം. ഇതാണ് വേവ് മോഷൻ്റെ ഡെഫിനിഷൻ. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദി അതർ പാർട്ട് ത്രൂ ഓസിലേഷൻസ് ഈസ് കോൾഡ് വേവ് മോഷൻ. ഓസിലേഷൻ വഴി കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓസിലേഷൻ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വേവ് മോഷൻ എന്നാണ് പറയാം. സം എക്സാമ്പിൾസ് ഓഫ് വേവ്സ് ആർ ഗിവൺ ബിലോ. അതായത് വേവ്സിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേഡിയോ വേവ്സ്, സീസ്മിക് വേവ്സ്, ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്,
ആൻഡ് റിപ്പിൾസ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കല്ലിടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഓളങ്ങൾക്കാണ് എന്ത് പറയുക, റിപ്പിൾസ് എന്ന് പറയാം. ഡു ഓൾ ദീസ് വേവ്സ് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. ഇവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള വേവ്സിൽ നിന്ന് ഏതൊക്കെ വേവ്സിനാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമുള്ളതെന്നും ഏതിനൊക്കെയാണ് മീഡിയം ആവശ്യമില്ലാത്തതെന്നാണ് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതിനൊക്കെയാണ് മീഡിയം ആവശ്യമുള്ളത്. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എർത്തിൻ്റെ ക്രിസ്റ്റലിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന വേവ്സാണ്. അപ്പോൾ അതിനൊരു മീഡിയം ആവശ്യമാണ്. ദെൻ സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണല്ലേ. അതായത് എന്ത് ചെയ്യാം, സ്പേസിലൊക്കെ പോകുന്ന സമയത്ത് റേഡിയോ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ആസ്ട്രോണറ്റ്സ് ഒക്കെ സംസാരിക്കുന്നതെന്ന് പറയാം. കാരണം എന്താ, സൗണ്ടിനെ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ഇല്ലാത്തത് കൊണ്ടാണ്. ദെൻ റിപ്പിൾസ് ഓൺ വാട്ടർ, അവിടെ വാട്ടറും ഒരു മീഡിയം ആയിട്ടാണ്. ദെൻ ഏതിനൊക്കെയാണ് മീഡിയം ആവശ്യമില്ലാത്തത്, റേഡിയോ വേവ്സ് ആൻഡ് ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റിൽ നിന്ന് സണ്ണിൽ നിന്ന് എർത്തിലേക്കൊക്കെ ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്തൗട്ട് എനി മീഡിയം, മീഡിയത്തിൻ്റെ ആവശ്യമില്ലാതാണ്. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്യുക, നല്ലപോലെ പഠിച്ചു വെക്കാം. നമുക്ക് നോക്കാനുള്ളത് 2 ടൈപ്പ് വേവ്സിനെ കുറിച്ചാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് മെക്കാനിക്കൽ വേവ്സ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അതിൽ വരുന്നത് നോക്കാം. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ്-റേസ് ആൻഡ് ഗാമ റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അതായത് ഇവക്ക് ട്രാൻസ്മിഷന് ഒരു മീഡിയം ആവശ്യമില്ലാത്ത റേസാണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഈ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ഒക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടൈപ്പ് വേവാണ് ഇത്, മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അതായത് ഇതിൻ്റെ ട്രാൻസ്മിഷന് മീഡിയം ആവശ്യമില്ലാത്ത വേവ്സിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നും, മെക്കാനിക്കൽ വേവ്സ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്മിഷൻ ഒരു മീഡിയം ആവശ്യമാണ്. മെക്കാനിക്കൽ വേവ്സ് ആർ മെയിൻലി ഓഫ് 2 types. ദേ ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. അതായത് 2 ടൈപ്പാണ് മെക്കാനിക്കൽ വേവ്സിനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നും ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ഫിഗർ 1.8b. Did the coils in the slingy move parallel or perpendicular to the direction of propagation of the wave? നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ 1.8bയിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പാരലലായിട്ടാണോ അതോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ഈ സ്ലിങ്കിലെ കോയിൽസ് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതായത് പാരലലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Longitudinal waves are those in which the particles in the medium vibrate parallel to the direction of propagation of the wave. അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പാരലലായിട്ടാണ് ആ ഒരു മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സിനാണ് എന്ത് പറയുക, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം. അതായത് മീഡിയത്തിൻ്റെ വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ത് ചെയ്യും, ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അതിന് പാരലലായിട്ടാണ് ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വൈബ്രേഷനാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരം വേവ്സിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം. വി ഹാവ് സ്റ്റഡി ദാറ്റ് സൗണ്ട് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. നമുക്കറിയാം എന്താ, സൗണ്ട് മൂവ് ചെയ്യണമെങ്കിൽ സൗണ്ടിന് എന്ത് ചെയ്യണം, ഒരു മീഡിയം ആവശ്യമാണ്. അതിൻ്റെ ട്രാൻസ്മിഷൻ നമുക്കറിയാം. അപ്പോൾ ലെറ്റ് സി ഹൗ സൗണ്ട് ട്രാവൽ ത്രൂ എയർ, എങ്ങനെയാണ് സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് 1.9. അതായത് ഒരു എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്കാണ്. അപ്പോൾ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ എൻഡുകൾ എൻഡ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താവും, അത് ചുറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എയറും അതിൻ്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രഷർ വേരിയേഷൻ ഒക്കറിങ് ഇൻ എയർ വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്. ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ കൂടുതലാകുന്ന സമയത്ത് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് കട്ടി കൂടിയ ഭാഗങ്ങളും കാണാം, കുറച്ച് ഭാഗത്ത് കട്ടി കുറഞ്ഞ ഭാഗങ്ങളും കാണാം. അവിടെ സി എന്ന് പറഞ്ഞാൽ കംപ്രഷൻ എന്ന് പറയും, ആർ എന്ന് പറഞ്ഞാൽ റെയർ ഫ്രാക്ഷൻ എന്നാണ് പറയുക. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. In figure 1.9, as the prong of the tuning fork moves from the equilibrium position to the side A, the air pressure on that side. അതായത് ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ഭുജം പ്രോങ്, ആ ഒരു സൈഡ് ഭാഗം എന്ത് ചെയ്യുക, എ എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താ, എ എന്ന പോയിന്റിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും മോളിക്യൂൾസ് ക്ലോസ് ആകുന്ന സമയത്ത് അവിടെ എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then what about the air pressure on side A when the same prong moves to side B? ഇതേ പ്രോങ് ബി എന്ന സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എ എന്ന സൈഡിൽ എയർ പ്രഷറിന് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ബി എന്ന സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ എയർ പ്രഷർ ഡിക്രീസ് ചെയ്യും.
When the prong of the tuning fork vibrate continuously are in region of high and low pressure formed intermittently in the air. അതായത് നമുക്കറിയാം എ എന്ന സൈഡിലേക്ക് വരുന്ന സമയത്ത് എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യും, ബി എന്ന സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എയർ പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആണല്ലോ. മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ കൂടിയ റീജിയനും പ്രഷർ കുറഞ്ഞ റീജിയനും ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് എയറിൽ ഉണ്ടാവുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Then compare the wave produced in the slingy with the wave produced by the tuning fork in the air. അതായത് സ്ലിംഗിൽ ഉണ്ടായിട്ടുള്ള വേവും അതേപോലെ തന്നെ ഈ ട്യൂണിംഗ് ഫോർക്കിൽ എയറിൽ ഉണ്ടായിട്ടുള്ള വേവും നമ്മളോട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ പറയുന്നത്. സൗണ്ട് ഫ്രം എ സോഴ്സ് ക്രിയേറ്റ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രഷർ വേരിയേഷൻ ഇൻ ദ എയർ. അതായത് ഒരു സൗണ്ടിൽ നിന്ന് സോഴ്സിൽ നിന്നുണ്ടാകുന്ന സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ പ്രഷർ വൈബ്രേഷന് കാരണമാകുന്നുണ്ട്. എയറിൽ അതായത് റെഗുലറായിട്ട് പ്രഷർ കൂടാനും കുറയാനും കാരണമാവും. എ റീജിയൻ ഓഫ് ഹയർ പ്രഷർ ഈസ് ക്രിയേറ്റഡ് വേർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ മോളിക്യൂൾസ് ഡിക്രീസസ്. എയർ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്ന സമയത്ത് അവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യും. Such regions are called compression. The region denoted by C in the figure. ആ ഫിഗറിൽ സിയും ആറും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സി എന്ന് പറയുന്നതാണ് കംപ്രഷൻ റീജിയൻ എന്ന് പറയുന്നത്. ദെൻ ആൻഡ് എ റീജിയൻ ഓഫ് ലോ പ്രഷർ ഈസ് കോൾഡ് റെയർ ഫ്രാക്ഷൻ. പ്രഷർ കുറഞ്ഞിട്ടുള്ള ഏരിയ ആയിട്ട് ആർ എന്ന് സൂചിപ്പിച്ചിട്ടുള്ള ഒരു റീജിയന് നമ്മൾ പറയുന്ന പേര് റെയർ ഫ്രാക്ഷൻ എന്നാണ്. സൗണ്ട് ട്രാവൽ ത്രൂ എ മീഡിയം ഫോമിങ് ആൾട്ടർനേറ്റിംഗ് കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അതായത് ഒരു സൗണ്ട് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്രഷർ കൂടിയ റീജിയനും പ്രഷർ കുറഞ്ഞ അഥവാ കംപ്രഷനും റെയർ ഫ്രാക്ഷനും സംഭവിച്ചുകൊണ്ടിരിക്കും. യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദാറ്റ് സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പോൾ നമുക്കറിയാം സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അതിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് മീഡിയത്തിന് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പാരലായിട്ടാണെങ്കിൽ അത്തരം വേവ്സിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം. അപ്പോൾ സൗണ്ടിലെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സൗണ്ട് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പോൾ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെക്കാനിക്കൽ വേവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ പാരലായിട്ടാണ് ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്വേഴ്സ് വേവ്. ട്രൈ ആൻ ആക്ടിവിറ്റി. ഫിക്സ് എ സ്പ്രിങ് വെർട്ടിക്കലി ഓൺ എ ടേബിൾ യൂസിങ് എ നെയിൽ. അതായത് ഒരു സ്പ്രിങ് ഒരു ആണി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, വെർട്ടിക്കലായിട്ട് ഫിക്സ് ചെയ്യുക. ടൈ വൺ എൻഡ് ഓഫ് ദ സ്ട്രിങ് ടു ദ ടോപ്പ് ഓഫ് ദ സ്പ്രിങ് and the other end to a 50 grams slotted weight. Pass the string through the pulley fixed at the end of the table as shown in the figure. Figure 1.10a അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ആക്ടിവിറ്റി സജ്ജീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു നെയിൽ ഒരു ആണി ഉപയോഗിച്ചിട്ട് ഒരു സ്പ്രിങ് വെർട്ടിക്കലായിട്ട് അവിടെ ഒരു ടേബിളിന് മേലെ ഫിക്സ് ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അറ്റത്ത് അതായത് ഈ സ്പ്രിങ്ങിൻ്റെ ഒരറ്റത്ത് ഒരു ചരട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ കണക്ട് ചെയ്ത് വെക്കണം. ടൈ വൺ എൻഡ് ഓഫ് എ സ്ട്രിങ് ടു ദ ടോപ്പ് ഓഫ് ദ സ്പ്രിങ്. അതായത് സ്പ്രിങ്ങിൻ്റെ ടോപ്പ് ഭാഗം ഒരു നൂലായിട്ട് ഒരു ചരടുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഈ ചരടിൻ്റെ ഈ സ്ട്രിങ്ങിൻ്റെ മറ്റേ അറ്റത്ത് എന്ത് ചെയ്യുക, ഒരു തൂക്കക്കട്ടി ഒരു സ്ലോട്ടഡ് വെയിറ്റ് വെക്കുക. 50 ഗ്രാമുള്ള ഒരു സ്ലോട്ടഡ് വെയിറ്റ് മറ്റേ അറ്റത്ത് എന്ത് ചെയ്യുക, കെട്ടി വെക്കണം. എന്നിട്ട് ഇതിനെന്ത് ചെയ്യണം, ഒരു പുള്ളിയുടെ അറ്റത്തൂടെ ഒരു പുള്ളിയിലൂടെ കടത്തി വിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പുള്ളിയിലൂടെ എന്ത് ചെയ്യാം, അതായത് നമുക്കറിയാം സ്ട്രിങ്ങിൻ്റെ ചരടിൻ്റെ ഒരറ്റം സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്യുക, മറ്റേ അറ്റത്ത് സ്ലോട്ടഡ് വെയിറ്റ്. എന്നിട്ട് ഈ ചരട് എന്ത് ചെയ്യുക, ഒരു പുള്ളിയിലൂടെ പാസ് ചെയ്ത് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പ്രസ് ആൻഡ് റിലീസ് ദ സ്പ്രിങ് കണ്ടിന്യൂസ്ലി. വാട്ട് ഡു യു ഒബ്സർവ്? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ആണിയിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്പ്രിങ്ങിനെ പ്രസ് ചെയ്യും റിലീസ് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, അമർത്തി കൊടുക്കുക, അതേപോലെ വിട്ട്. പ്രസ് ആൻഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ സ്ട്രിങ് വിത്ത് റെസ്പെക്ട് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ? അതായത് ഇപ്പോൾ ചരട് നിൽക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. അപ്പോൾ നമ്മൾ താഴ്ത്തുന്ന സമയത്തും അതേപോലെ പൊക്കുന്ന സമയത്തും താഴേക്കും മുകളിലേക്കും വരുന്ന സമയത്ത് ഇക്വിലിബ്രിയം പൊസിഷനിൽ ആ മോഷനും പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഏത് രീതിയിലായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഡസ് ഈച്ച് പോയിൻ്റ് ഓൺ ദ സ്ട്രിങ് മൂവ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ഫോംഡ് ഇൻ ദ സ്ട്രിങ്? അതായത് ഈ സ്ട്രിങ്ങിൽ ഫോം ചെയ്യുന്ന വേവിന് പാരലായിട്ടാണോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ഈ സ്ട്രിങ്ങിലെ ഓരോ പോയിൻറ്റ് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് ഫിഗർ 1.10bയിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഗ്രാഫ് നോക്കിയിട്ടുണ്ട്. അതായത് മുകളിലേക്കും താഴേക്കും ഒരു വേവ് പോലെയാണ് ഈ ഗ്രാഫ് വരുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പാരലാണോ പെർപെൻഡിക്കുലർ ആണോ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ, മുകളിലേക്കും താഴേക്കുമാണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ പോകുന്ന സമയത്ത് ആ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കും താഴേക്കും ആയിരിക്കും. ഡു ദ പാർട്ടിക്കിൾസ് ഓൺ ദ സ്ട്രിങ് അണ്ടർഗോ റിസൾട്ടൻറ്റ് ട്രാൻസ്ലേറ്ററി മോഷൻ അതർ ദാൻ മൂവിങ് വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ?
ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നതിന് പകരം ഇതിന് ട്രാൻസ്ലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോ, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതിനെന്ത് അപ്പ് ആൻഡ് ഡൗൺ ഒരു മൂവ്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ദെൻ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ ഒരു ഡെഫിനിഷനാണ് നെക്സ്റ്റ് ബോക്സ് കൊടുത്തിരിക്കുന്നത്. When the particles of a medium vibrate perpendicular to the direction of propagation of the wave, they are called transverse waves. നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സിമ്പിളാണ്. ഒന്ന്, വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് എ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണെങ്കിൽ അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നും, ദ പാർട്ടിക്കിൾസ് ഓഫ് എ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്നും പറയാം. ആകെ ആ ടേമിൽ മാത്രം മാറ്റം വരുത്തിയാൽ ഒന്ന് പാരലലാണ്, മറ്റേ പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഒബ്സർവ് ദ ട്രാൻസ്വേഴ്സ് വേവ് ഫോം shown in figure 1.10b. In transverse wave, the elevated portion from the equilibrium position are called crest and the lowest portion from the equilibrium position are called trough. നേരത്തെ നമ്മൾ കംപ്രഷനും റെയർ ഫ്രാക്ഷനും പഠിച്ച പോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്സിൽ എലിവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്ന ഭാഗത്തിന് ക്രസ്റ്റ് എന്നും താണിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ ട്രഫ് എന്നുമാണ് പറയുക. പ്ലേസ് എ സ്ലിംഗി ഓൺ ദ ടേബിൾ. സ്ട്രെച്ച് ബോത്ത് എൻഡ്സ് ഓഫ് ഇറ്റ്. ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി ആൻഡ് ഓസിലേറ്റ് ഇറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഒരു സ്ലിംഗി ഒരു മേശപ്പുറത്ത് വെക്കുക, എന്നിട്ട് രണ്ടറ്റവും വലിച്ചു പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി ആൻഡ് ഓസിലേറ്റ്. അതായത് ഒരറ്റം അവിടെ മുറുക്കി പിടിച്ചതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സൈഡ് എന്ത് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യുക. അതായത് മുകളിലേക്കും താഴേക്കും അതിനെ മൂവ് ചെയ്യിക്കുക. ആർ ദ കോയിൽസ് മൂവിങ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫോം ക്രിയേറ്റഡ് ഓൺ ദ സ്ലിംഗി. അപ്പോൾ നമുക്കറിയാം സ്ലിംഗിയിൽ അവിടെ ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വേവ്സിൻ്റെ മോഷന് അല്ലെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ലിംഗിൽ ഉണ്ടായിട്ടുള്ള വേവിന് പാരലായിട്ടാണോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ കോയിൽ മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഫോംഡ് ഇൻ ദ സ്ലിംഗി. നമുക്കറിയാം അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുക. ഏത് ടൈപ്പായിരിക്കും ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് ഫോം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന വേവ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിരിക്കും. ദെൻ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓൾറെഡി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചും അതിൽ വരുന്ന മറ്റ് വേവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സൗണ്ട് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് റിലേറ്റഡ് ടു ദ ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ടേബിൾ 1.3 കൊടുത്തിട്ടുണ്ട്. രണ്ട് ഹെഡിങ്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നും ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 6 പോയിൻ്റ് തന്നിട്ടുണ്ട്. 6 പോയിൻറ്റിനെ ലോഞ്ചിറ്റ്യൂഡിനൽ എന്നും ട്രാൻസ്വേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതായത് ഒരു മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വേവ്സിൻ്റെ മോഷന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ അത്തരം വേവ്സിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നാണ് പറയുക. സെക്കൻഡ് പോയിൻറ്റ്, കംപ്രഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആർ ഫോംഡ്. നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലാണ് കംപ്രഷനും റെയർ ഫ്രാക്ഷനും ഉണ്ടാകുന്നത്. ദെൻ തേർഡ് പോയിൻറ്റ്, പ്രഷർ വേരിയേഷൻസ് ഒക്വർ ഇൻ ദ മീഡിയം. പ്രഷർ വേരിയേഷൻ ഒക്വർ ചെയ്യുന്നതും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലാണ്. ദെൻ ഫോർത്ത് പോയിൻറ്റ്, ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ്. ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സിലാണ്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതായത് മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് വേവിൻ്റെ പ്രൊപ്പഗേഷന് പാരലായിട്ടാണെങ്കിൽ അത്തരം വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ദെൻ ലാസ്റ്റ് പോയിൻറ്റ്, നോ പ്രഷർ വേരിയേഷൻ ഒക്വർ ഇൻ ദ മീഡിയം. ട്രാൻസ്വേഴ്സ് വേവ്സിനാണ് പ്രഷർ വേരിയേഷൻ ഒന്നും ഇല്ലാത്തത്. സോ ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.